റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് രണ്ട് സെറ്റുകളാണ് തന്നിട്ടുള്ളത്. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു സെറ്റ് 1 2, ബി ഈക്വൽ ടു സെറ്റ് 3 4. നമുക്കതിൻ്റെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത് ആദ്യം സെറ്റ് ബ്രാക്കറ്റ് ഇടണം. എന്നിട്ട് എയുടെ ആദ്യത്തെ സംഖ്യയും ബിയുടെ ആദ്യത്തെ സംഖ്യയും വെച്ചൊരു പേരുണ്ടാക്കുന്നു. എയുടെ ആദ്യത്തെ സംഖ്യയും ബിയുടെ രണ്ടാമത്തെ സംഖ്യയും വെച്ചൊരു പേരുണ്ടാക്കുന്നു. എയുടെ രണ്ടാമത്തെ സംഖ്യയും ബിയുടെ ആദ്യത്തെ സംഖ്യയും വെച്ചൊരു പേരുണ്ടാക്കുന്നു. എയുടെ രണ്ടാമത്തെ സംഖ്യയും ബിയുടെ രണ്ടാമത്തെ സംഖ്യയും വെച്ച് ഒരു പേരുണ്ടാക്കുന്നു. എന്നിട്ട് സെറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ്, രണ്ട് സെറ്റുകൾ തമ്മിലുള്ള പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. എയുടെ ആദ്യത്തെ സംഖ്യയും ബിയുടെ ആദ്യത്തെ സംഖ്യയും വെച്ചൊരു പ്രോഡക്റ്റ് ഒരു പേരുണ്ടാക്കുന്നു. എയുടെ ആദ്യത്തെ സംഖ്യയും ബിയുടെ രണ്ടാമത്തെ സംഖ്യയും വെച്ചൊരു പേരുണ്ടാക്കുന്നു. എയുടെ രണ്ടാമത്തെ സംഖ്യയും ബിയുടെ ആദ്യത്തെ സംഖ്യയും വെച്ചൊരു പേരുണ്ടാക്കുന്നു. എയുടെ രണ്ടാമത്തെ സംഖ്യയും ബിയുടെ രണ്ടാമത്തെ സംഖ്യയും വെച്ച് ഒരു പേരുണ്ടാക്കുന്നു. അപ്പോൾ ഈ സെറ്റുകൾ തമ്മിലുള്ള പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇനി നമുക്ക് ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ഓരോ പേരുകളുണ്ട്. ഈ ഓരോ പേരിനെ വിളിക്കുന്ന പേരാണ് ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയർ. അപ്പോൾ സെറ്റുകൾ തമ്മിലുള്ള പ്രോഡക്റ്റിനെ വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇനി ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ ഉള്ള ഓരോ പെയറിനെയും വിളിക്കുന്ന പേരാണ് ഓർഡേർഡ് പെയർ. ഓർഡേർഡ് പെയർ. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് H ഈക്വൽ ടു സെറ്റ് 3 2 1, K ഈക്വൽ ടു സെറ്റ് CD. ഇനി ഇതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം സെറ്റ് ബ്രാക്കറ്റ് ഇടണം. H എന്ന സെറ്റിൻ്റെ ആദ്യത്തെ അക്കവും K എന്ന സെറ്റിൻ്റെ ആദ്യത്തെ അക്കവും കൊണ്ടൊരു പെയർ. അതുപോലെ H എന്ന സെറ്റിൻ്റെ ആദ്യത്തെ അക്കവും K എന്ന സെറ്റിൻ്റെ രണ്ടാമത്തെ അക്കവും കൊണ്ടൊരു പെയർ. H എന്ന സെറ്റിൻ്റെ രണ്ടാമത്തെ അക്കവും K എന്ന സെറ്റിൻ്റെ ആദ്യത്തെ അക്കവും കൊണ്ടൊരു പെയർ. H എന്ന സെറ്റിൻ്റെ രണ്ടാമത്തെ അക്കവും K എന്ന സെറ്റിൻ്റെ രണ്ടാമത്തെ അക്കവും കൊണ്ടൊരു പെയർ. പിന്നെ H എന്ന സെറ്റിൻ്റെ മൂന്നാമത്തെ അക്കവും K എന്ന സെറ്റിൻ്റെ ആദ്യത്തെ അക്കവും കൊണ്ടൊരു പെയർ. H എന്ന സെറ്റിൻ്റെ മൂന്നാമത്തെ അക്കവും K എന്ന സെറ്റിൻ്റെ രണ്ടാമത്തെ അക്കവും കൊണ്ടൊരു പേരുണ്ടാക്കുന്നു. എന്നിട്ട് സെറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ നോക്കിയാൽ H എന്ന സെറ്റിൽ 2 എലമെൻറ്റുകളും H എന്ന സെറ്റിൽ 3 എലമെൻറ്റുകളും K എന്ന സെറ്റിൽ 2 എലമെൻറ്റുകളുമാണ് ഉള്ളത്. നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്തപ്പോൾ 6 എലമെൻറ്റുകളാണ് കിട്ടിയത്. 6 എലമെൻറ്റുകളുള്ള പെയറുകളാണ് കിട്ടിയത്. അപ്പോൾ H എന്ന സെറ്റിൽ 3 എലമെൻറ്റുകളും K എന്ന സെറ്റ് എത്രയാണ്? 2 എലമെൻറ്റുകൾ. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ H എന്ന് പറയുന്നത് 3ഉം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ K എന്ന് പറയുന്നത് 2 ആണ്. അപ്പം നമുക്ക് കിട്ടിയ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ H ഇൻറ്റു K ഈക്വൽ ടു എത്രയാണ്? 6 ആണ് കിട്ടിയത്. അതുപോലെ തന്നെ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് A ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. 1ഉം 2ഉം. അപ്പം 2 ആണ്, 2 എലമെൻറ്റുകളാണ്. അതുപോലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് B എത്രയായിരുന്നു? 2 ആയിരുന്നു. ഇനി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ A ഇൻറ്റു B എത്രയായിരുന്നു? B ഈക്വൽ ടു 1 2 3 4 എലമെൻറ്റുകളായിരുന്നു ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ 6 കിട്ടണമെങ്കിൽ എങ്ങനെയാണ്? 3 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 കിട്ടും. അതുപോലെ തന്നെയാണ് 2 ഇൻറ്റു 2 ചെയ്യുമ്പോൾ
4ഉം കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമായി. ഏത് രണ്ട് സെറ്റിൻ്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്താലും അതിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ള ആ രണ്ട് സെറ്റുകളുടെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് തമ്മിൽ ഗുണിച്ചാൽ മതി. അങ്ങനെയാണ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താണ്, ഏത് രണ്ട് സെറ്റിൻ്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്താലും അതിൻ്റെ ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ള ആ സെറ്റുകളുടെ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇതിനെ ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ കൊണ്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇപ്പോൾ രണ്ട് സെറ്റുകൾ പി എന്നും ക്യൂ എന്നും പറയുന്ന രണ്ട് സെറ്റുകൾ, അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പിയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എ ആയിട്ടും ക്യൂയിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ബി ആയിട്ടും എടുക്കുന്നു. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പി ഇൻറ്റു ക്യൂ എന്തായിരിക്കും? എ ഇൻറ്റു ബി ആയിരിക്കും. എ ഇൻറ്റു ബി ആയിരിക്കും എന്ന് വെച്ചാൽ എ ബി ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പി ഇൻറ്റു ക്യൂ എ ബി ആയിരിക്കും എന്ന് വെച്ചാൽ ആ പി എന്ന സെറ്റിൻ്റെയും ക്യൂ എന്ന സെറ്റിൻ്റെയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് തമ്മിൽ ഗുണിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ എത്ര എലമെൻറ്റ്സ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇഫ് എക്സ് പ്ലസ് 1, y മൈനസ് 2 ഈക്വൽ ടു 3, 1 ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതിനെ കോർഡിനേറ്റ് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി ചെയ്യാം. നമ്മൾ 10ൽ പഠിച്ചൊരു ചാപ്റ്ററാണ് കോർഡിനേറ്റ്. അപ്പോൾ അതിൽ പറയുന്നത് രണ്ട് ഓർഡേർഡ് പെയറുകൾ ഈക്വലായാൽ അവരുടെ കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റുകളും അവരുടെ കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റുകളും ഈക്വലായിരിക്കും എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റാണ് എക്സ് പ്ലസ് 1, സമത്തിന് ഇപ്പുറത്തുള്ള എക്സ് കോർഡിനേറ്റാണ് എക്സ് പ്ലസ് 1. ഇത് ഏതിന് ഈക്വലായിരിക്കും? സമത്തിന് അപ്പുറത്തുള്ള എക്സ് കോർഡിനേറ്റിന് ഈക്വലായിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ വൈ കോർഡിനേറ്റാണ് വൈ മൈനസ് 2. അത് ഏതിന് ഈക്വലായിരിക്കും? സമത്തിന് അപ്പുറത്തുള്ള വൈ കോർഡിനേറ്റിന് ഈക്വലായിരിക്കും. ഇനി നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വില കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 3, ഈ പ്ലസ് 1 അപ്പുറത്ത് വരുമ്പോൾ -1 ചെയ്യുമ്പോൾ 3 - 1 2 കിട്ടും. ഇനി വൈ ഇവിടെ ഇട്ടിട്ട് 1 - 2നെ അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ +2 =3 എന്ന് കിട്ടും. ഇങ്ങനെയാണ് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ രണ്ട് ഓർഡേർഡ് പെയറുകൾ ഈക്വലായാൽ അവരുടെ കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റുകൾ ഈക്വലായിരിക്കും. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റുകളും ഈക്വലായിരിക്കും. ഇനി ഇതേ റൂൾ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് സെറ്റുകൾ തന്നിട്ടുണ്ട്. പി ഈക്വൽ ടു സെറ്റ് എ ബി സി, ക്യൂ ഈക്വൽ ടു സെറ്റ് ആർ. ഈസ് പി ഇൻറ്റു ക്യൂ ആൻഡ് ക്യൂ ഇൻറ്റു പി ആർ ഈക്വൽ. അപ്പോൾ ഇവിടെ പി ഇൻറ്റു ക്യൂവും ക്യൂ ഇൻറ്റു പിയും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പി ഇൻറ്റു ക്യൂവും ക്യൂ ഇൻറ്റു പിയും കണ്ടുപിടിക്കണം. പി ഇൻറ്റു ക്യൂ കണ്ടുപിടിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സെറ്റ് എ, ആർ, ബി, ആർ, സി, ആർ. ഇനി അതുപോലെ ക്യൂ ഇൻറ്റു പി കണ്ടുപിടിക്കണം. ക്യൂ ഇൻറ്റു പി ചെയ്യുമ്പോൾ സെറ്റ് ആർ, എ, ആർ, ബി, ആർ, സി എന്ന് കിട്ടും. അപ്പോൾ പി ഇൻറ്റു ക്യൂവും ക്യൂ ഇൻറ്റു പിയും എഴുതി. ഇനി ഇതിൽ ആദ്യത്തെ പേര് നോക്കുന്നു, എ, ആർ. അതുപോലെ തന്നെ ഇതിലും ആർ, എ. ഇത് ഈക്വൽ ആണോ? എ, ആറും ആർ, എയും ഈക്വൽ അല്ല. കാരണം രണ്ട് ഓർഡേർഡ് പെയർ ഈക്വലായ രണ്ട് ഓർഡേർഡ് പെയറുകളിൽ കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ്സുകൾ ഈക്വലായിരിക്കും, കറസ്പോണ്ടിങ് വൈ കോർഡിനേറ്റ്സുകളും ഈക്വലായിരിക്കും. ഇവിടെ എക്സ് കോർഡിനേറ്റുകൾ ഈക്വലല്ല, അതുപോലെ തന്നെ വൈ കോർഡിനേറ്റുകളും ഈക്വലല്ല, അതുപോലെ തന്നെ മറ്റേ പെയറുകളും. അതുകൊണ്ട് ഈ പി ഇൻറ്റു ക്യൂവും ക്യൂ ഇൻറ്റു പിയും ഈക്വൽ അല്ല. പി ഇൻറ്റു ക്യൂ ഈസ് നോട്ട് ഈക്വൽ ടു ക്യൂ ഇൻറ്റു പി. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പി ഇൻറ്റു ക്യൂവും ക്യൂ ഇൻറ്റു പിയും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ആദ്യം പി ഇൻറ്റു ക്യൂ കണ്ടുപിടിച്ചു, ക്യൂ ഇൻറ്റു പി കണ്ടുപിടിച്ചു. അപ്പോൾ കോർഡിനേറ്റ്സ് അനുസരിച്ച്
കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കണം. ഇതിൽ എക്സ് കോർഡിനേറ്റ്സ് ഈക്വൽ അല്ല, അതുപോലെ തന്നെ വൈ കോർഡിനേറ്റുകളും ഈക്വൽ അല്ല. അതുകൊണ്ട് പി ഇൻറ്റു ക്യൂ ഈസ് നോട്ട് ഈക്വൽ ടു ക്യൂ ഇൻറ്റു പി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 3 4, സി ഈക്വൽ ടു സെറ്റ് 4 5 6. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് എ ഇൻറ്റു ബി ഇൻ്റർസെക്ഷൻ സി ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ എ ഇൻറ്റു, അപ്പോൾ ആദ്യം നമുക്ക് ബി ഇൻ്റർസെക്ഷൻ സി നോക്കാം. ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചാൽ ബിയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് ഒരു സെറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ അങ്ങനെ എഴുതാം. എ ഇൻറ്റു ബി ഇൻ്റർസെക്ഷൻ സിയിൽ വരുന്നത് 3 രണ്ടിലും ഇല്ല, ബിയിലും സിയിലും എന്തില്ല 3 ഇല്ല. 4 ആണെങ്കിൽ സിയിലും ബിയിലും ഉണ്ട്. അപ്പോൾ ഇവിടെ ബി ഇൻ്റർസെക്ഷൻ സി എന്താണ് 4 ആണ്. എ ഇൻറ്റു സെറ്റ് 4 ആയിരുന്നു. ഇനി എ എടുത്തെഴുതാം. എ എന്താണ് സെറ്റ് 1 2 3 ഇൻറ്റു ഈ 4 സെറ്റ് 4. ഇതിന് ചെയ്യുമ്പോൾ ഇതിന് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 1 4 2 4 3 4 സെറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനാണ് എ ഇൻറ്റു ബി ഇൻ്റർസെക്ഷൻ എ ഇൻറ്റു സി. അപ്പോൾ ഇതിൽ എ ഇൻറ്റു ബിയും കണ്ടുപിടിക്കണം, എ ഇൻറ്റു സിയും കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ രണ്ടിനും കോമൺ ആയിട്ടുള്ളത് വെച്ചൊരു സെറ്റ് ഉണ്ടാക്കണം. അതായിരിക്കും ഇതിൻ്റെ ആൻസർ. അപ്പോൾ എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. സെറ്റ് 1 3, 1 4, 2 3, 2 4, 3 3, 3 4 സെറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇനി അതുപോലെ എ ഇൻറ്റു സി കണ്ടുപിടിക്കണം. എ ഇൻറ്റു സി ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇതിൽ രണ്ടിനും കോമൺ ആയിട്ടുള്ള പേര് നോക്കണം. അതായിരിക്കും എ ഇൻറ്റു ബി ഇൻ്റർസെക്ഷൻ എ ഇൻറ്റു സി. 1 3 എ ഇൻറ്റു ബിയിലുണ്ട്, പക്ഷേ ഏതിലില്ല എ ഇൻറ്റു സിയിലില്ല. 1 4 എ ഇൻറ്റു ബിയിലും ഉണ്ട്, എ ഇൻറ്റു സിയിലും ഉണ്ട്. അപ്പോൾ അതൊരു പേര് 1 4. ഇനി 2 3 അത് എ ഇൻറ്റു ബിയിലുണ്ട്, പക്ഷേ എ ഇൻറ്റു സിയിലില്ല. ഇനി 2 4 എ ഇൻറ്റു ബിയിലും എ ഇൻറ്റു സിയിലും അതുണ്ട്. അപ്പോൾ അതെഴുതുന്നു 2 4. ഇനി അടുത്ത പേര് 3 3 അത് എ ഇൻറ്റു ബിയിൽ മാത്രമേ ഉള്ളൂ, എ ഇൻറ്റു സിയിലില്ല. 3 4 ആണെങ്കിൽ എ ഇൻറ്റു സിയിലും ഉണ്ട്. 3 4 ഇത്രയാണ് ഈ ഇൻ്റർസെക്ഷൻ എഴുതുമ്പോൾ ഇത്രയാണ് എഴുതാനുള്ളത്. അപ്പോൾ എ ഇൻറ്റു ബി ഇൻ്റർസെക്ഷൻ എ ഇൻറ്റു സി ചെയ്തപ്പോൾ സെറ്റ് 1 4 2 4 3 4 എന്ന് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് കിട്ടിയത്? ആദ്യം എ ഇൻറ്റു ബി കണ്ടുപിടിക്കണം, എ ഇൻറ്റു സി കണ്ടുപിടിക്കണം. എന്നിട്ട് രണ്ടിലും കോമൺ ആയിട്ടുള്ള പേരുകൾ എടുത്തെഴുതണം. എന്നിട്ട് അതിനെ സെറ്റ് ബ്രാക്കറ്റിലിടണം. അങ്ങനെയാകുമ്പോൾ ഉത്തരം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ പി ഈക്വൽ ടു സെറ്റ് 1 2 ഫൈൻഡ് പി ഇൻറ്റു പി ഇൻറ്റു പി. അപ്പോൾ ഇവിടെ ട്രിപ്പിൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റാണ് കണ്ടുപിടിക്കാനുള്ളത്. ട്രിപ്പിൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ പി ഇൻറ്റു പി ഇൻറ്റു പി ഈക്വൽ ടു ഇങ്ങനെ എഴുതുമ്പോൾ 1 1 1 1 1 2 1 2 1 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് വേറൊരു മെത്തേഡിൽ എഴുതാൻ പറ്റും. ഇതല്ലാതെ വേറൊരു മെത്തേഡ് ബ്രാഞ്ചായിട്ട് വരച്ച് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം ഈ 1 2 അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം 1 2. എന്നിട്ട് ഈ 1ൽ നിന്നും 2 ബ്രാഞ്ചായിട്ട് 1 2 വീണ്ടും 1 2 വന്നു. ഇനി ഈ 1ൽ നിന്നും വീണ്ടും 2 ബ്രാഞ്ച് 1 2. ഈ 2ൽ നിന്നും 2 ബ്രാഞ്ച് 1 2. അതുപോലെ ഇവിടെ 2ൽ നിന്ന് 2 ബ്രാഞ്ച് 1 2. 1ൽ നിന്നും 2 ബ്രാഞ്ച് 1 2. 2ൽ നിന്നും വീണ്ടും 2 ബ്രാഞ്ച് 1 2. ഇനി പി ഇൻറ്റു പി ഇൻറ്റു പി ചെയ്യാം. ആദ്യം 1 1 1 സെറ്റ് ബ്രാക്കറ്റിൽ
1 1 1, അടുത്ത് 1 1 2, അടുത്ത് 1 2 1 1 2 2, അതുപോലെ അടുത്ത ബ്രാഞ്ച് 2 1 1 2 1 2 2 2 1 2 2 2, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇങ്ങനെയാണ് ബ്രാഞ്ചായിട്ട് വരച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം ഈ പി = സെറ്റ് 1 2 ആണ്. ആ 1ഉം 2ഉം രണ്ട് ഇതായിട്ട് എഴുതുന്നു. എന്നിട്ട് 1ൽ നിന്ന് 2 ബ്രാഞ്ച്, അതിൽ 1 2 എഴുതുന്നു. 1ൽ നിന്ന് വീണ്ടും 2 ബ്രാഞ്ച് 1 2, ഈ 2ൽ നിന്ന് ഒരു ബ്രാഞ്ച് 1 2, ഇനി 2ൽ നിന്ന് വീണ്ടും 2 ബ്രാഞ്ച് 1 2, ഇവിടെ 1ൽ നിന്ന് 2 ബ്രാഞ്ച് 1 2, 2ൽ നിന്ന് 2 ബ്രാഞ്ച് 1 2, എന്നിട്ട് ഇങ്ങനെ സെറ്റ് ബ്രാക്കറ്റ് ഇട്ട് 1 1 1 1 1 2 1 2 1 1 2 2 2 1 1 2 1 2 2 2 1 2 2 2 സെറ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ട്രിപ്പിൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പി ഇൻറ്റു പി ഇൻറ്റു പി ഇതിനെ ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓർഡേർഡ് ട്രിപ്ലെറ്റ്, പി ഇൻറ്റു പി ഇൻറ്റു പി ഇതിനെ ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തിരിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എ ഇൻറ്റു ബി = സെറ്റ് പി കോമ ക്യൂ പി കോമ ആർ എം കോമ ക്യൂ എം കോമ ആർ. ഇവിടെ എ ആൻഡ് ബി ആണ് കണ്ടുപിടിക്കാനുള്ളത്. എയും ബിയും ആണ് കണ്ടുപിടിക്കാനുള്ളത്. നേരത്തേക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്നും എയും ബിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഓർഡേർഡ് പെയറുകളിൽ നമ്മൾ എഴുതിയ ഈ ഓർഡേർഡ് പെയറുകളിൽ ആദ്യത്തെ എലമെൻ്റ് എപ്പോഴും എയുടേതും രണ്ടാമത്തെ എലമെൻറ്റുകൾ എപ്പോഴും ബിയുടേതും ആയിരിക്കും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഓർഡേർഡ് പെയറിൽ എഴുതിയതിൽ ആദ്യത്തെ എലമെൻറ്റ് പിയും എമ്മും ആണ്. അപ്പോൾ എ = എന്താണ് സെറ്റ് പി കോമ എം. അതുപോലെ ബി = ബിയുടെ എലമെൻറ്റ് എപ്പോഴും സെക്കൻഡ് കിടക്കുന്നതായിരിക്കും. ആ ഓർഡേർഡ് പെയറിൽ രണ്ടാമത് കിടക്കുന്നതായിരിക്കും ബിയുടെ എലമെൻറ്റ്. അപ്പോൾ ക്യൂവും ആറും ആയിരിക്കും ബിയുടെ എലമെൻറ്റ്, ക്യൂവും ആറും. ഇങ്ങനെയാണ് എയും ബിയും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏതൊരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുത്താലും അതിൻ്റെ ഓർഡേർഡ് പെയറുകളിൽ ആദ്യത്തെ എലമെൻറ്റുകൾ എപ്പോഴും എയുടെയും രണ്ടാമത്തെ എലമെൻറ്റുകൾ എപ്പോഴും ബിയുടേതും ആയിരിക്കും. ഇങ്ങനെയാണ് എയും ബിയും കണ്ടുപിടിക്കുന്നത്. 2 സെറ്റുകളാണ് തന്നിട്ടുള്ളത്. എ എന്നും ബി എന്നും പറയുന്ന 2 സെറ്റുകൾ. എ എന്ന സെറ്റിൽ സ്റ്റേറ്റുകളായ കേരള, തമിഴ്നാട്, കർണാടക, ഗോവ. അടുത്ത സെറ്റിൽ ചെന്നൈ, ഡൽഹി, പനാജി, ബാംഗ്ലൂരു, തിരുവനന്തപുരം, മുംബൈ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കാം. കേരള തിരുവനന്തപുരമായിട്ടും, തമിഴ്നാട് ചെന്നൈ, കർണാടക ബാംഗ്ലൂർ, ഗോവ പനാജി. അപ്പോൾ ഇതെന്താണ്? ക്യാപിറ്റൽസാണ്. ഈ സ്റ്റേറ്റുകളുടെ ക്യാപിറ്റലാണ് ഇത്. അതിൽ കേരളത്തിൻ്റെ ക്യാപിറ്റലാണ് തിരുവനന്തപുരം, തമിഴ്നാടിൻ്റെ ക്യാപിറ്റലാണ് ചെന്നൈ, കർണാടകയുടെ ക്യാപിറ്റലാണ് ബാംഗ്ലൂരു, ഗോവയുടെ ക്യാപിറ്റലാണ് പനാജി. അപ്പം ഇനി ഇതിനെ നമുക്ക് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ രൂപത്തിൽ എഴുതാം. എ ഇൻറ്റു ബി = സെറ്റ് കേരള. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും: കേരള തിരുവനന്തപുരം, തമിഴ്നാട് ചെന്നൈ, കർണാടക ബാംഗ്ലൂരു, ഗോവ പനാജി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു വ്യക്തമായ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ്, ഏതാണ് ആ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഞാൻ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ക്രൈറ്റീരിയയാണ് ക്യാപിറ്റൽ. അപ്പോൾ ഈ എ എന്ന സെറ്റിൻ്റെ ക്യാപിറ്റലാണ് ബി. അപ്പോൾ ഇതെന്താണ്? ഇതിന് രണ്ടിനും തമ്മിൽ ആ ഒരു വ്യക്തമായ ബന്ധമുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായ ക്രൈറ്റീരിയ വെച്ചിട്ട് എഴുതുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ പറയുന്നതാണ് റിലേഷൻസ്.
അപ്പോൾ വ്യക്തമായ ക്രൈറ്റീരിയ വെച്ച് എഴുതുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ റിലേഷൻസ് എന്ന് വിളിക്കുന്നു. റിലേഷൻസ്. അപ്പോൾ വ്യക്തമായ ക്രൈറ്റീരിയ വെച്ച് അല്ലെങ്കിൽ വ്യക്തമായ ബന്ധം പറഞ്ഞിരിക്കുന്ന ഓരോ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെയും റിലേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു എയും ബി എന്ന സെറ്റിൽ ഈ എയുടെ ക്യാപിറ്റലാണ് എന്ത്? ബി. അപ്പോൾ ഇവിടെ ഒരു വ്യക്തമായ ക്രൈറ്റീരിയ ഉണ്ട്, ഇതിൻ്റെ ക്യാപിറ്റലാണ്. അപ്പോൾ ഇങ്ങനെ വ്യക്തമായ ക്രൈറ്റീരിയ വെച്ച് എഴുതുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ റിലേഷൻസ് എന്ന് പറയുന്നു. ഇപ്പോൾ ഞാൻ ഇതിൽ എ എന്ന സെറ്റിനെ എടുക്കുന്നു, അല്ലെങ്കിൽ ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതിയതിൽ ആദ്യം എഴുതിയ എലമെൻറ്റുകളുടെ ഓരോ പേരിലും ഞാൻ ആദ്യം എഴുതിയ എലമെൻറ്റുകളാണ് ഇത് എ എന്ന സെറ്റ്. അത് ഞാൻ ഇവിടെ എടുത്ത് എഴുതാൻ പോവുകയാണ്. KL, തമിഴ്നാട്, കർണാടക, ഗോവ. ഇതെന്താണ്? സെറ്റ് എയിലുള്ളത് എ ആണ്. അപ്പോൾ ഈ സെറ്റ് ഇങ്ങനെ ആദ്യത്തെ എലമെൻറ്റുകളുടെ സെറ്റിനെ, ഈ ഓർഡേർഡ് പേര് എഴുതിയതിൽ ആദ്യത്തെ എലമെൻറ്റുകളുടെ സെറ്റിനെ ഡൊമൈൻ എന്നാണ് വിളിക്കുന്നത്. ഡൊമൈൻ. അപ്പോൾ എന്താണ്? ആദ്യത്തെ എലമെൻറ്റുകളുടെ സെറ്റിനെ, ഈ ഓർഡേർഡ് പേര് എഴുതിയതിൽ ആദ്യത്തെ എലമെൻറ്റുകളുടെ സെറ്റിനെ ഡൊമൈൻ എന്നാണ് വിളിക്കുന്നത്. ഡൊമൈൻ. ഇനി അതുപോലെ രണ്ടാമത് എഴുതിയ സെറ്റിനെ മറ്റൊരു പേരിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത് എഴുതിയ എലമെൻറ്റുകളുടെ സെറ്റ്. ഏതാണ്? ഓർഡേർഡ് പേരുകളിൽ രണ്ടാമത് എഴുതിയ എലമെൻറ്റുകളുടെ സെറ്റാണ് ഇത്. അപ്പോൾ ഇതിനെ റേഞ്ച് എന്നുമാണ് വിളിക്കുന്നത്. റേഞ്ച്. അപ്പോൾ ആദ്യം എഴുതിയ എലമെൻറ്റുകളുടെ സെറ്റിനെ ഡൊമൈൻ എന്നും രണ്ടാമത് എഴുതിയ എലമെൻറ്റുകളുടെ സെറ്റിനെ റേഞ്ച് എന്നുമാണ് വിളിക്കുന്നത്. റേഞ്ച്. അപ്പോൾ ഡൊമൈൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൊടുത്ത ഒരു വിലയാണ് ഡൊമൈൻ. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടാണ് എന്ത്? റേഞ്ച്. അപ്പോൾ നമ്മൾ കൊടുത്ത ഒരു വിലയാണ് ഡൊമൈനും നമുക്ക് കിട്ടിയ ഒരു ഔട്ട്പുട്ടാണ് റേഞ്ച്. ഇനി ഈ സെക്കൻഡ് സെറ്റിനെ നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ഈ ബി സെറ്റിൽ, ബി എന്ന സെറ്റിൽ, ഈ ഒരു സെറ്റിൽ നമ്മൾ മുഴുവനായിട്ട് എന്തെന്നാണ് വിളിക്കുന്നത്? കോഡൊമൈൻ എന്ന പേരിട്ടാണ് വിളിക്കുന്നത്. കോഡൊമൈൻ. എന്താണ്? ആദ്യത്തെ എലമെൻറ്റുകൾ നമ്മൾ എഴുതിയ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ ആ ഓർഡേർഡ് പേരിലുള്ള ആദ്യത്തെ എലമെൻറ്റുകളെ ചേർത്തൊരു സെറ്റ് ഉണ്ടാക്കി അതിനെ ഡൊമൈൻ എന്ന് വിളിച്ചു. ഇനി രണ്ടാമത്തെ എലമെൻറ്റുകൾ വെച്ച് ഒരു സെറ്റ് ഉണ്ടാക്കി അതിനെ റേഞ്ച് എന്ന് വിളിച്ചു. ഇനി ഈ രണ്ടാമത്തെ സെറ്റ് മുഴുവനായിട്ട് വിളിക്കുന്ന പേരാണ് കോഡൊമൈൻ. കോഡൊമൈൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം, ഒരു രണ്ട് സെറ്റ് തന്നിട്ട് അതിലെ ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ കണ്ടുപിടിക്കാനെന്നും പറഞ്ഞ് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെ ഈ ഡൊമൈൻ, കോഡൊമൈനും റേഞ്ചും എന്താണെന്ന് പഠിച്ചിരിക്കണം. ഇപ്പോൾ നമുക്ക് ഒരു സെറ്റ് തന്നിരിക്കുന്നത് A = സെറ്റ് 1, 2, 3, 4 തൊട്ട് 14 വരെ. R എന്ന സെറ്റിൽ, R എന്ന് വെച്ചാൽ റിലേഷൻ, R എന്ന ലെറ്റർ റിലേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ R = സെറ്റ് XY, 3x - y = 0, XY belongs to A. അപ്പോൾ 3x - y എന്തിന് ഈക്വൽ ആയിരിക്കണം? 0-ന് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ 3x - y = 0. അപ്പോൾ 3x = ഈ -y-നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ +y ആവും. അപ്പോൾ ഇത് തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ y എന്ന് പറയുന്നത് x-ൻ്റെ 3 ഇരട്ടി ആയിരിക്കും. x-ൻ്റെ 3 ഇരട്ടി ആയിരിക്കും y എന്നാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ x-ൻ്റെ 3 ഇരട്ടി ആയിരിക്കണം y എന്നാണ്, ആ ഒരു ബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇനി ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ കണ്ടുപിടിക്കണം. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ ഡൊമൈൻ നമുക്കറിയാം. ഡൊമൈൻ നമ്മൾ കൊടുത്ത വിലയാണ്. നമ്മൾ കൊടുത്ത വില അല്ലെങ്കിൽ ഒന്നാമത്തെ സെറ്റിൻ്റെ ഇതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടുപിടിച്ച റിലേഷൻ വെച്ച് എന്ത് കണ്ടുപിടിക്കാം? അതിന് മുമ്പ് ഈ ഒരു റിലേഷൻ വെച്ച് നമുക്ക് R-ൻ്റെ ഇത് കണ്ടുപിടിക്കാം. R =
പറഞ്ഞിരുന്നു വൈൻ്റെ 3 ഇരട്ടിയായിരിക്കണം, എക്സിൻ്റെ 3 ഇരട്ടിയാണ് വൈ. അപ്പോൾ എക്സ് ഇപ്പോൾ ഇവിടെ എയിൽ എക്സ് 1 എടുക്കുന്നു എങ്കിൽ വൈ എത്ര ആയിരിക്കണം? 3 × 1 3 ആയിരിക്കണം. ഇനി എക്സ് 2 എടുക്കുന്നു, അപ്പോൾ വൈ എന്തായിരിക്കണം? 2 × 3 6 ആയിരിക്കണം. ഇനി എക്സ് 3 എടുക്കുന്നു, 3 × 3 9. എക്സ് 4 എടുക്കുന്നു, 4 × 3 12. ഇനി എക്സ് 14 വരെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് ഇപ്പം ഒരു 5 എടുക്കുന്നു എങ്കിൽ 5 × 3 എന്തായി പോകും? 15 പോകും. പക്ഷേ 14 വരെ വരാവും. അതുകൊണ്ട് നമുക്ക് അതെടുക്കാൻ പറ്റില്ല. 5 തൊട്ടുള്ളത് എടുക്കാൻ പറ്റില്ല. കാരണം 14 കൂടുതലുള്ളൊരു സംഖ്യയായിരിക്കും വരുന്നത്. അപ്പോൾ 5 എടുത്താൽ എങ്ങനെയാണ്? 5 × 3 15 പോകും. അതുകൊണ്ട് ഈ ഒരു 4 12 വരെ നിർത്തണം. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഡൊമൈൻ കണ്ടുപിടിക്കണം. ഇതിൽ നിന്നും ഡൊമൈൻ കണ്ടുപിടിക്കണം. ഡൊമൈൻ ഈക്വൽ ടു നമ്മൾ കൊടുത്ത വില അല്ലെങ്കിൽ ഒന്നാമത്തെ സെറ്റിൻ്റെ വില, അതിനെയാണ് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡൊമൈൻ എന്തായിരിക്കും? 1 2 3 4. ഇതാണ് ഡൊമൈൻ. 1 2 3 4 ഇതാണ് ഡൊമൈൻ. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ വില അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റിൻ അല്ലെങ്കിൽ നമ്മൾ എഴുതിയ ഓർഡേർഡ് പേരിൽ രണ്ടാമത് കിടക്കുന്ന എലമെൻറ്റുകൾ അതിനെ ചേർത്തുണ്ടാക്കുന്ന ഒരു സെറ്റ്. അപ്പോൾ ഇതിൽ ഏതാണ് വരുന്നത്? 3 6 9 12. 3 6 9 12 ഇതാണ് ഇവിടുത്തെ റേഞ്ച്. ഇനി കോഡൊമൈൻ. കോഡൊമൈൻ എ ആണ്. ഇവിടെ കോഡൊമൈൻ എന്താണ്? എ ആണ്. എവിടെയാണോ ഓപ്പറേഷൻ നടന്നത് ആ സെറ്റിനെ വിളിക്കുന്നതാണ് കോഡൊമൈൻ എന്ന്. അപ്പോൾ എവിടെയാണോ ഓപ്പറേഷൻ നടന്നത് അല്ലെങ്കിൽ ഈ സെക്കൻഡ് സെറ്റിനെ മുഴുവനായിട്ട് വിളിക്കുന്നതാണ് കോഡൊമൈൻ എന്ന്. അപ്പോൾ ഇവിടുത്തെ എവിടെയാണോ ഓപ്പറേഷൻ നടന്നത് ആ സെറ്റിനെയാണ് കോഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കോഡൊമൈൻ ഏതാണ്? ഓപ്പറേഷൻ നടന്നത് എയിലാണ്. അപ്പോൾ ഇവിടുത്തെ കോഡൊമൈൻ എ ആണ്. ഇവിടുത്തെ കോഡൊമൈൻ ആറാണ്. എവിടെയാണോ ഓപ്പറേഷൻ നടന്നത് അതാണ് കോഡൊമൈൻ. അപ്പോൾ ഇവിടുത്തെ കോഡൊമൈൻ എന്താണ്? ആറാണ്. ഈ 6 എന്ന ഇതിനാണ് നമ്മൾ ഇക്വേഷൻ നോക്കി വൈ എക്സിൻ്റെ 3 ഇരട്ടിയാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ എവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പറേഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കോഡൊമൈൻ 6ആണ്. അപ്പോൾ ഇത്രയും ഇനി അപ്പോൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ്? ആദ്യം കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്തെന്ന് പഠിച്ചു. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇപ്പോൾ 2 സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ സെറ്റുകൾ തമ്മിലുള്ള പ്രോഡക്റ്റിനെയാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെങ്കിൽ ഇപ്പോൾ സെറ്റ് എയിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സും ബിയിൽ ബി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉള്ളത് എങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് എ × ബി ആയിരിക്കും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ആ സെറ്റിലുള്ള എലമെൻറ്റുകളുടെ എണ്ണം എ × ബി ആയിരിക്കും. പിന്നെ അടുത്ത് നമ്മൾ പഠിച്ചത് ട്രിപ്പിൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റാണ്. അടുത്ത് നമ്മൾ പഠിച്ചത് അതിൽ 3 തവണ ഒരു സെറ്റിനെ എന്ത് ചെയ്യുന്നു? സെറ്റിൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്നു. അതാണ് ട്രിപ്പിൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അത് നമ്മൾ ബ്രാഞ്ചിലായിട്ടാണ് ചെയ്തത്. പിന്നെ അടുത്ത് റിലേഷൻസ് എന്ന ഒരു പോർഷനാണ് പഠിച്ചത്. റിലേഷൻസിലും ഡൊമൈൻ, കോഡൊമൈൻ, റേഞ്ച് എന്ന ഇത് പഠിച്ചു. റിലേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? കൃത്യമായ ക്രൈറ്റീരിയ വെച്ച് എഴുതുന്ന കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെയാണ് റിലേഷൻസ് എന്ന് പറയുന്നത്. അതിലൊരു വ്യക്തമായ ബന്ധം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി അങ്ങനെ എഴുതുന്ന റിലേഷൻസിലും ആദ്യത്തെ നമ്മൾ എഴുതിയ ആ ഓർഡേർഡ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിലെ ഓർഡേർഡ് പേരിലെ ആദ്യത്തെ എലമെൻറ്റുകളായിരിക്കും അതിനെയായിരിക്കും ഡൊമൈൻ. ആ ഒരു എലമെൻറ്റുകളുടെ സെറ്റിനെയാണ് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ഇനി ആ ഓർഡേർഡ് പേരിൽ രണ്ടാമത് എഴുതിയ എലമെൻറ്റുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന സെറ്റിനെ കോഡൊമൈൻ അല്ല റേഞ്ച് എന്ന് വിളിക്കുന്നു. അടുത്ത് എവിടെയാണോ ഓപ്പറേഷൻ നടന്നത് ആ സെറ്റിനെ കോഡൊമൈൻ എന്നും വിളിക്കുന്നു. ഇത്രയാണ് ഈ ഒരു ഇതിൽ പഠിപ്പിച്ചത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.